വെൽക്കം ബാക്ക് ടു നോഫൽ ബാഷ ഒഫീഷ്യൽ. നമ്മൾ ഈ വീഡിയോയിലൂടെ ഗ്രാഫിക് ഡിസൈൻ വളരെ ലളിതമായിട്ട് പഠിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഗ്രാഫിക് ഡിസൈൻ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ സീരീസ് മുഴുവനായി കാണുമ്പോൾ, ഈ വീഡിയോ സീരീസ് കഴിയുമ്പോൾ നിങ്ങൾ സ്വയം ഗ്രാഫിക് ഡിസൈൻ പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ ഉറപ്പ് നൽകും. അപ്പോൾ എന്തുകൊണ്ട് ഗ്രാഫിക് ഡിസൈൻ? ഇപ്പോൾ നമുക്ക് അറിയാം, നമ്മുടെ ലൈഫിലിപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയ കാലത്ത് ഗ്രാഫിക് ഡിസൈൻ എത്രമാത്രം നമ്മുടെ ലൈഫിൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നു എന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോ നമ്മുടെ റിലേറ്റീവ്സിനോ ഇപ്പോൾ നമുക്കൊരു ഗ്രീറ്റിംഗ്സ് കാർഡ് അയക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ഡിസൈൻ അറിയുമെങ്കിൽ നമുക്ക് തന്നെ ചെയ്ത് നമ്മുടെ കൺവീനിയൻറ്റിനനുസരിച്ച് ചെയ്ത് നമുക്കത് അവർക്ക് അയക്കാം. നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള ഡിസൈൻസ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പ്രൊഫഷൻ, അതായത് ഗ്രാഫിക് ഡിസൈനർ ആവണം എന്ന് ചിന്തിക്കുന്നവർക്ക് മാത്രം ഗ്രാഫിക് ഡിസൈൻ പഠിച്ചാൽ മതി, അങ്ങനെ ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഗ്രാഫിക് ഡിസൈൻ പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഡോക്ടറാണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും, ഇപ്പോൾ നിങ്ങളുടേതായ ആവശ്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾ ഡോക്ടറാണെങ്കിൽ നിങ്ങളുടെ ഒരു വിസിറ്റിംഗ് കാർഡ് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഗ്രാഫിക് ഡിസൈൻ ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ആവശ്യങ്ങൾക്കും ഗ്രാഫിക് ഡിസൈൻ എന്ന സ്കില്ല് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ സീരീസിൽ എങ്ങനെ ഗ്രാഫിക് ഡിസൈൻ വളരെ അട്രാക്റ്റീവായിട്ട് മികച്ച ഒരു എന്താ പറയുക, നല്ലൊരു മികച്ച ഒരു ഗ്രാഫിക് ഡിസൈൻ സ്കില്ല് നമുക്ക് എടുക്കാമെന്ന് പറയും. ഞാൻ ടൂൾസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. ബാക്കി ക്രിയേറ്റിവിറ്റിയൊക്കെ നിങ്ങൾ ഹോംവർക്ക് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യ ചാപ്റ്ററിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം എന്താണ് മൾട്ടിമീഡിയ? എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് എന്താണ് ഗ്രാഫിക് ഡിസൈനും മൾട്ടിമീഡിയയ്ക്കും എന്താണ് ഡിഫറൻസ് എന്ന്. ആക്ച്വലി അങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ല. മൾട്ടിമീഡിയ എന്ന് പറയുന്നത് ആ ഒരു ടേമിൽ തന്നെ ഉണ്ട് മൾട്ടിപ്പിൾ മീഡിയാസ്, കോമ്പിനേഷൻ ഓഫ് മൾട്ടിപ്പിൾ മീഡിയാസ്, ഇമേജ്, വീഡിയോ, ഓഡിയോ, ഇതൊക്കെ മീഡിയ കാറ്റഗറിയിൽ പെടുമല്ലോ. അപ്പോൾ ഈ കോമ്പിനേഷൻ ഓഫ് മൾട്ടിപ്പിൾ മീഡിയസിനാണ് ജസ്റ്റ് മൾട്ടിമീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാഫിക് ഡിസൈനും അതിൽ പെടും. അപ്പോൾ മൾട്ടിമീഡിയ എന്നതൊരു ഹോൾ ടേമാണ്. ഗ്രാഫിക് ഡിസൈൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗം. അപ്പോൾ ഇതാണ് മൾട്ടിമീഡിയയും ഗ്രാഫിക് ഡിസൈനും. അപ്പോൾ ഈ ഗ്രാഫിക് ഡിസൈൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. രണ്ട് തരത്തിൽ മെയിനായിട്ട് ഗ്രാഫിക് ഡിസൈൻ യൂസ് ചെയ്യും. ഒന്ന് പ്രിൻ്റ് മീഡിയം, ഡിജിറ്റൽ മീഡിയം. ഡിജിറ്റൽ മീഡിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്ക്രീൻ യൂസാണ്. നമ്മൾ സോഷ്യൽ മീഡിയ ഈ ഡോക്യുമെൻ്റായിട്ട് അയക്കുന്ന എല്ലാം ഇമേജ് ഡിജിറ്റൽ കാറ്റഗറിയിൽ പെടുന്നു. പ്രിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഫ്ലെക്സ് ബോർഡ്, എല്ലാ തരത്തിൽ ബോർഡ്, നോട്ടീസ്, ആ കാര്യങ്ങളൊക്കെ പ്രിൻ്റ് മീഡിയയിൽ വരും. അപ്പോൾ പ്രിൻ്റ് മീഡിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഇപ്പോൾ സോപ്പ്, അതർ പാക്കേജ് ഡിസൈൻസ്. അപ്പോൾ ഈ ഡിസൈൻസൊക്കെ പ്രിൻ്റ് പർപ്പസിന് ചെയ്യുന്ന ഡിസൈനാണ്. ഇത് ചെയ്യുന്നതെല്ലാം ഗ്രാഫിക് ഡിസൈനേഴ്സാണ്. അപ്പോൾ ഗ്രാഫിക് ഡിസൈനേഴ്സ് ആ പ്രിൻ്റ് പാക്കേജിൻ്റെ സൈസിനനുസരിച്ച് ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്യും ഇതുപോലെ. എന്നിട്ട് ഇത് പ്രിൻ്റ് എടുത്തിട്ടാണ് ഇത് പാക്കേജ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ നിത്യേന കാണുന്ന ഫ്ലെക്സ് ബോർഡ്, ഇപ്പോൾ ഇതുപോലുള്ള ബോർഡ്, ഇതെല്ലാം ഡിസൈൻ ചെയ്യുകയാണ്. ഇതെല്ലാം പ്രിൻ്റ് പർപ്പസിന് ഡിസൈൻ ചെയ്യുകയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതുപോലെ നമ്മൾ ഹൈവേയിലൊക്കെ പോകുമ്പോൾ പോസ്റ്റേഴ്സൊക്കെ കൂടുതൽ കാണും. അപ്പോൾ അതും എല്ലാം ഗ്രാഫിക് ഡിസൈൻസാണ്, ഗ്രാഫിക് ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്യുന്നതാണ്. ഇത് പ്രിൻ്റ്. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ എന്ന് വരുമ്പോൾ സോഷ്യൽ മീഡിയയിലൊരു സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് 1080 പിക്സൽസ് ആണ്. അത് നമ്മൾ സോഫ്റ്റ്വെയർ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലെ സ്ക്വയർ സൈസിലാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ. കമ്പനിക്ക് ഇപ്പോൾ ഇതൊരു ഹെൽത്ത് കെയർ പാക്കേജ് അഡ്വർടൈസിങ് ആണെന്ന് വെച്ചോളൂ. അപ്പോൾ ഇതിലിപ്പോൾ ഈ ലീഫ്, ഈ ഇലകൾ, ഈ സ്കൈ, അതുപോലെ ഈ ഫോട്ടോഗ്രാഫ്, ഇതെല്ലാം വേറെ വേറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഇപ്പോൾ ഇങ്ങനെ ചിതറുന്ന ലീഫ് ഉണ്ടല്ലോ, ഇതും എല്ലാം എക്സ്ട്രാ വർക്ക് ചെയ്തതാണ്. അതേപോലെ തന്നെ ഇതിൽ കാണുന്ന എല്ലാം എക്സ്ട്രാ വർക്ക് ചെയ്യുന്നതാണ്. ഇത് സോഷ്യൽ മീഡിയ പർപ്പസിന്, പക്ഷേ ഇതേ ഡിസൈൻസ്
കമ്പനി ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ പ്രിൻറ്റിനായിട്ടും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്ക്രീൻ പർപ്പസിന് വർക്ക് ചെയ്യുമ്പോൾ അത് RGB കളർ മോഡും, പ്രിൻ്റ് പർപ്പസിന് വർക്ക് ചെയ്യുമ്പോൾ അത് CMYK കളർ മോഡും. ഇപ്പോൾ എന്താണ് RGB, എന്താണ് CMYK എന്ന് പറയാം. RGB എന്ന് പറയുമ്പോൾ റെഡ്, ഗ്രീൻ, ബ്ലൂ. ഓക്കെ, ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അതായത് നമുക്ക് കുറേ ഉണ്ട് മോഡ്, പക്ഷെ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന 2 മോഡാണ് RGBയും CMYKയും. RGB എന്ന് പറയുന്നത് സ്ക്രീൻ പർപ്പസിന് യൂസ് ചെയ്യുമ്പോൾ, CMYK പ്രിൻറ്റിങ്ങിന്. ഇപ്പോൾ നമ്മൾ ഈ ഫ്ലെക്സ് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് പ്രിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ CMYK മോഡിലാക്കണം. അതേപോലെ തന്നെ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്റർ, ഇൻഡിസൈൻ, കോറൽ ഡ്രോ. ഈ 4ആണ് മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന ഗ്രാഫിക് ഡിസൈൻ സോഫ്റ്റ്വെയർസ്. ഫോട്ടോഷോപ്പ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. ഫോട്ടോഷോപ്പ് മെയിനായിട്ട് നമ്മൾ ഫോട്ടോ റിലേറ്റഡ് ഡിസൈൻസ്, പോസ്റ്റേഴ്സ്, ഫോട്ടോ മാനിപ്പുലേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോട്ടോഷോപ്പിൽ ചെയ്യാം. ഇല്ലുസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ ഇല്ലുസ്ട്രേറ്റർ വെക്ടർ ടൈപ്പാണ്. ഇത് നമ്മൾ ഈ ഫോട്ടോഷോപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ സൂം ചെയ്ത നമ്മൾ ഈ കോർണേഴ്സൊക്കെ ഉണ്ടല്ലോ, ഈ ഡിസൈൻ്റെ എന്ന് പറയുന്നത് പിക്സലൈറ്റ് ആയിരിക്കും. അതായത് ഒരു മങ്ങൽ, ഒരു വരയെടുത്ത് കഴിഞ്ഞാൽ ആ വര നമുക്ക് സൂം ചെയ്താൽ അത് പിക്സലൈറ്റായിട്ട് കാണാൻ സാധിക്കുള്ളൂ ഫോട്ടോഷോപ്പിൽ. പക്ഷേ ഇല്ലുസ്ട്രേറ്ററിൽ നമ്മളൊരു ലൈൻ വരച്ചിട്ട് എത്ര സൂം ചെയ്താലും അത് ഫ്ലാറ്റ് ആയിരിക്കും. കാരണം ഇവിടെ നമ്മൾ വെക്ടർ ടൈപ്പാണ് ഈ സോഫ്റ്റ്വെയർ. അപ്പോൾ ഇല്ലുസ്ട്രേറ്റർ നമ്മൾ ലോഗോ പോലെയുള്ള ആർട്ട് വർക്ക് ഉണ്ടല്ലോ, ലോഗോ, പിന്നെ ഗ്രാഫിക്കൽ ഡിസൈൻസ്, ഫോട്ടോ അല്ല ഗ്രാഫിക് ഡിസൈൻ, അങ്ങനെയുള്ള വർക്കുകളൊക്കെ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ് ഇല്ലുസ്ട്രേറ്റർ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ സോഫ്റ്റ്വെയർസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അതേപോലെ ഇൻഡിസൈൻ വന്നിട്ട് നമ്മൾ മാഗസിൻ ബ്രൗഷർ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ, ഈ പാരാഗ്രാഫ് പോലുള്ള കണ്ടൻറ്റൊക്കെ ഉണ്ടല്ലോ, അതുപോലെയുള്ള മാഗസിൻസൊക്കെ മെയിനായിട്ട് സെറ്റ് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയർ. നമ്മൾ ഇതിൻ്റെ മെയിൻ പേജ്, അപ്പോൾ അതിൻ്റെ കവർ പേജ് നമ്മൾ ഫോട്ടോഷോപ്പിൽ ഡിസൈൻ ചെയ്യാം. കാരണം അത് ഫോട്ടോ റിലേറ്റഡ് ആയിരിക്കും കവർ പേജ് എപ്പോഴും. അതുപോലെ അതിൽ ആർട്ട് വർക്കുകൾ മാത്രമായിട്ട് നമ്മൾ ഇല്ലുസ്ട്രേറ്ററിൽ വർക്ക് ചെയ്യാം. അപ്പോൾ അതിലിപ്പോൾ ഒന്ന് കാർട്ടൂണിക് ക്ലിപ്പ് ആർട്സൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അത് ഇൻഡിസൈനിൽ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 30 പേജസിൻ്റെ ഒരു ബ്രൗഷറാണെങ്കിൽ 30 പേജസ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടാണ് ഫൈനലാക്കുന്നത്. ബ്രൗഷറും മാഗസീനും പോലുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ കോറൽ ഡ്രോ ഈ ഇല്ലുസ്ട്രേറ്ററിൻ്റെ വേറൊരു വെർഷനാണ്. വളരെ പവർഫുള്ളായിട്ടുള്ളൊരു സോഫ്റ്റ്വെയറും കൂടിയാണ്. യൂറോപ്പ് ബേസ്ഡ് ആണ് ഈ കോറൽ ഡ്രോ. ഇതും നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു സോഫ്റ്റ്വെയറാണ് ഗ്രാഫിക് ഡിസൈൻ. മെയിനായിട്ട് ഈ 4 സോഫ്റ്റ്വെയറാണ് നമ്മൾ ഗ്രാഫിക് ഡിസൈനിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 1ാം ഭാഗം ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ബാക്കി വീഡിയോസ് കൂടുതൽ ലെങ്ത് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻബോക്സിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ വെച്ച് കാണാം. നന്ദി.